सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। देवी शरणं मे നാനാജീവകദംബവും തരുലതാജാലങ്ങളും പൂക്കളും വാനാകെ തെളിവാർന്നു മിന്നിമറയും നക്ഷത്രജാലങ്ങളും മീനായി വന്നൊരു മാധവന്റെ കരുണാലേശം വിടിഞ്ഞിടുകിൽ താനോ ജീവനൊരസ്ഥിരത്വം അതിനാൽ നിസ്സാരമാണൊക്കെയും. മഹാദേവ്യൈ നമഃ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ഇന്നത്തെ ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ പ്രഭാഷണ വേദിയിലേക്ക് സുസ്വാഗതം. ഷഷ്ഠസ്കന്ധത്തിലെ 6-ാമത്തെ അധ്യായമാണ് അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ദ്രനുമായിട്ട് സന്ധി ചെയ്യണം, അതാണ് ചിന്തകളിൽ നിന്നും മനസ്സിനെ മാറ്റി മനസ്സിന് ശാന്തിയും സുഖവും സമാധാനവും തരുന്നത്. ഞങ്ങൾ മധ്യസ്ഥരായിട്ട് നിന്ന് രണ്ടുപേരും കൂടി സന്ധി ചെയ്യിപ്പിക്കാമെന്നൊക്കെ ഋഷികൾ വൃത്രനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ വൃത്രൻ കൊടുത്ത മറുപടിയെയാണ് നമ്മൾ അവലോകനം ചെയ്തത്. ഇന്നലെ നിർത്തിയത്. വൃത്രന്റെ വാക്കുകളെ കേട്ട ഋഷികളെ വൃത്രനോട് പറയണു, ജന്തു കൃതസ്യ ഭോക്താവൈ ശുഭസ്യ ത്വശുഭസ്യ ച ദ്രോഹം കൃത്വാ കുതശാന്തിം ആപ്നുയാന്നട്ടചേതന. ശുഭവും അശുഭവുമായിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്നവരാണ് ഓരോ പ്രാണികളും ഓരോ ജീവികളും. ദ്രോഹം ചെയ്ത് മനസ്സുഖം ഇല്ലാതാക്കിയവന് ശാന്തി എങ്ങനെയാണ് ലഭിക്കുക? വിശ്വാസവഞ്ചന ചെയ്യുന്നവൻ നരകത്തിൽ വീഴുമെന്നുള്ളത് തീർച്ചയാണല്ലോ. വിശ്വാസവഞ്ചകൻ ദുഃഖം അനുഭവിക്കേണ്ടി വരും എന്ന് ഉള്ളതാണ് ശാസ്ത്രം. ബ്രഹ്മഹത്യയ്ക്കും മദ്യപാനത്തിനും കൂടി പ്രായശ്ചിത്തമുണ്ട്. നിഷ്കൃതിർ ബ്രഹ്മഹന്ത്രൃണാം സുരാപാനാം ച നിഷ്കൃതി. അപ്പം ഇതിനും കൂടി പ്രായശ്ചിത്തമുണ്ട്. പക്ഷേ വിശ്വാസവഞ്ചനയ്ക്കും മിത്രദ്രോഹത്തിനും ചതിക്കും പ്രായശ്ചിത്തമില്ല. അതുകൊണ്ട് നിന്റെ മനസ്സിലുള്ള വ്യവസ്ഥ എന്താണ് എന്ന് നീ പറഞ്ഞാൽ മതി. ആ വ്യവസ്ഥ അനുസരിച്ച് നിങ്ങൾക്ക് ഇരുവർക്കും തമ്മിൽ സന്ധി ചെയ്യാം. അത് ഞങ്ങൾ ചെയ്യിപ്പിക്കാം. നിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് നീ ഉദ്ദേശിക്കുന്നത് എന്ന് നീ പറഞ്ഞാൽ മതി. കാരണം ഒരു സന്ധി എന്നുള്ളത് ഇവിടെ അത്യാവശ്യം തന്നെയാണ്. വിശ്വാസവഞ്ചന ചെയ്യുന്നവന്, ചതിക്കുന്നവന് ചെയ്യുന്ന പാപത്തിന്, അതിലൂടെ ചെയ്യുന്ന പാപത്തിന് പ്രായശ്ചിത്തമില്ല എന്നാണല്ലോ ശാസ്ത്രം തന്നെ പറയണത്. അതുകൊണ്ട് നീ ചിന്തിച്ചുറച്ച് പറയൂ, ഏതൊരു സഖ്യമാണ് നീ ഉദ്ദേശിക്കുന്നത്? ആ സഖ്യത്തിൻ്റെ നിയമങ്ങൾ നീ എന്താണ് എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ഞങ്ങൾ ഇന്ദ്രനോട് സംസാരിച്ച് ഇന്ദ്രനെ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളെ രണ്ടുപേരെയും കൊണ്ട് സന്ധി ചെയ്യിപ്പിക്കാം. അതിൻ്റെ ഗുണം നിങ്ങൾ രണ്ടുപേർക്കും തന്നെയാണ്. കാരണം ശാന്തിയും സമാധാനവും അപ്പോഴേ നിങ്ങൾക്കുണ്ടാവും. ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ യുദ്ധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് നിൽക്കുക എന്നല്ലാതെ യുദ്ധം സമയത്തും യുദ്ധം കഴിഞ്ഞാലും അതേ ചിന്തയാണ് ഉണ്ടാവുക. ഇപ്പം യുദ്ധം നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ എങ്കിലും വൃത്രനോ ഇന്ദ്രനോ സുഖമോ ശാന്തിയോ ഉണ്ടോ എന്ന് ചോദിച്ചാലില്ല. വൃത്രൻ ഇന്ദ്രനെ നശിപ്പിക്കാനുള്ള കാര്യങ്ങളെ ആലോചിച്ചുകൊണ്ടും വരാനിരിക്കുന്ന യുദ്ധത്തിനെ ആലോചിച്ചുകൊണ്ടും ഉറക്കമില്ലാതെ, ശാന്തിയില്ലാതെ, മനസ്സമാധാനമില്ലാതെ ഇവിടെ ഇരിക്കണു. ഈ വൃത്രനെ എങ്ങനെ നശിപ്പിക്കാം, എങ്ങനെ യുദ്ധം ചെയ്യാം, എന്ത് ചെയ്യാം എന്നുള്ള ചിന്തയിലാണ്
ഇന്ദ്രനും ദേവന്മാരും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കും അനുഭവം അത് തഥാ. അപ്പോൾ ശാന്തി സമാധാനം ഉണ്ടാവാനായിട്ട് ഒരു സഖ്യം എന്നുള്ളത് ആവശ്യമാണ്. അത് ഞങ്ങൾ ചെയ്യിപ്പിക്കാം. ആ ശാന്തിക്ക്, ആ സഖ്യത്തിന് ഉള്ള ഉടമ്പടി എന്താണ് എന്നുള്ളത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അല്ലെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാറില്ലേ. നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നീ പറയൂ, അതനുസരിച്ചിട്ട് ചെയ്യാം എന്നൊക്കെ അവര് വൃത്രനോട് പറഞ്ഞു. അപ്പൊ വൃത്രൻ പറഞ്ഞു, ന ശുഷ്കേണ ന ചാർദ്രേണ നാശ്മന ന ച ദാരുണ ന വജ്രേണ മഹാഭാഗ ന ദിവാനിശിനൈവ ച വദ്യോ ഭവേയം വിപ്രേന്ദ്ര ശക്രസ്യ സഹദൈവതൈ. എന്താ കണ്ടീഷൻ, എന്താ നിയമം എന്നുള്ളതിനെയാണ് ഇവിടെ വൃത്രൻ അപ്പോഴ് ഋഷികളോട് പറഞ്ഞത്. ന ശുഷ്കേണ ന ചാർദ്രേണ, ശുഷ്കമായ എന്തെങ്കിലും പദാർത്ഥം കൊണ്ടോ ആർദ്രമായിട്ടുള്ള എന്തെങ്കിലും പദാർത്ഥം കൊണ്ടോ, കല്ലുകളെ കൊണ്ടോ തടി കൊണ്ടോ വജ്രം കൊണ്ടോ രാത്രിയിലോ പകലിലോ ദേവഗണങ്ങളോടുകൂടിയ ദേവേന്ദ്രനെ ഞാൻ അവധ്യനായിരിക്കണം. ശക്രനുമായിട്ട് ഇന്ദ്രനുമായിട്ട് ഇത്തരത്തിലൊരു സന്ധിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് അവൻ്റെ കണ്ടീഷൻ പറയുന്നത്. അതായത് നനഞ്ഞിരിക്കുന്ന വസ്തു, നനയാതിരിക്കുന്ന വസ്തു, ഖരമായിട്ടുള്ള വസ്തു, ദ്രവ്യമായിട്ടുള്ള വസ്തു, മനസ്സിലായില്ലേ? അതേമാതിരി കല്ല്, തടി മുതലായിട്ടുള്ള ആയുധങ്ങൾ, അല്ലെങ്കിൽ ലോഹങ്ങൾ, വജ്രം. ഇനി ഇതാ രാത്രിയിലും പകലിലും ഒന്നും പാടില്ല. ദേവഗണങ്ങൾ അല്ലെങ്കിൽ ദേവേന്ദ്രന് ഞാൻ അവധ്യനായിരിക്കണം. അവരെ കൊണ്ടും എന്നെ വധിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു സന്ധിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അവൻ്റെ ലക്ഷ്യത്തിനെ, അവൻ്റെ നിയമങ്ങളെ ഋഷികളോട് പറയുകയാണ്. ഇതൊക്കെ ദേവി ഭാഗവതത്തിൽ ഉള്ള കഥകളാണ്. ഭാഗവത മഹാപുരാണത്തിൽ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എവിടെയും. അവിടെ കഥ തന്നെ വളരെ വിചിത്രമായിട്ടുള്ളതാണ്. വേറൊരു തരത്തിലുള്ള കഥയാണ് അവിടെ. ചില കഥകളിലൊക്കെ ചെറിയ ചെറിയ അല്പസ്വല്പ വ്യത്യാസങ്ങളുണ്ടാവാം. ഒരുമാതിരിയൊക്കെ ഒന്നായിട്ട് തന്നെ ഉണ്ടാവും. പക്ഷെ ഇവിടെ ഈ വൃത്രാസുര ചരിതം എന്നുള്ളത് ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിൽ പറഞ്ഞ കഥയും ഇവിടെ ഇപ്പോൾ നമ്മൾ അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്ന ദേവി ഭാഗവതത്തിൽ പറഞ്ഞ കഥകളിലും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ വൃത്രാസുര ചരിതം ദേവി ഭാഗവതത്തിൽ പറയുന്നതിനെയാണ് നമ്മൾ അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ അതിനെ എടുത്തുകൊണ്ട് വേണം നമ്മൾ കഥകൾ കേട്ടുപോകാനല്ലാതെ മറ്റേ പുരാണത്തിൽ അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ അതാണോ ശരി, അല്ല ദേവി പുരാണത്തിൽ പറഞ്ഞ് ഇതാണോ ശരി, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ള ഒരു ചിന്തനയിലേക്കൊന്നും നമ്മൾ പോകേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. കാരണം കഥകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടൊക്കെ ഇരിക്കും. പക്ഷെ കഥയുടെ പിന്നിലുള്ള താല്പര്യങ്ങളെ ആണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടത്. അതല്ലാതെ കണ്ട് വെറും ആ കഥയെ എടുത്തുകൊണ്ട് പോയാൽ നമുക്ക് അതിൽ നിന്നും ഒരു ലാഭവും ഉണ്ടാവില്ല. കാരണം ഒരു നോവല് ഏതെങ്കിലും കഥാകൃത്ത് എഴുതിയത് പഠിച്ചതുകൊണ്ട് നമുക്ക് ആത്മീയമായിട്ടുള്ള ജ്ഞാനമോ ആത്മീയമായിട്ടുള്ള നേട്ടങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. ഭൗതികമായിട്ടുള്ള ചില നേട്ടങ്ങൾ ഉണ്ടാവാം, നമുക്ക് അത് രസമായിരിക്കാം. പഠിക്കുന്ന സമയത്ത് നമുക്കത് വളരെ ഒരു ടൈം പാസ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഉണ്ടാവാം. നമുക്ക് നമ്മളുടെ സമയത്തിനെ ചെലവാക്കാനായിട്ടുള്ളൊരു മാധ്യമമായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ പല ഉപകാരങ്ങളൊക്കെ
സാധാരണമായിട്ടുള്ള കഥകൾക്കും മറ്റൊക്കെ ഉണ്ടാവും. എന്നല്ലാതെ വിശേഷിച്ചുള്ള ആത്മജ്ഞാനമോ മോക്ഷം, മുക്തി മുതലായിട്ടുള്ളതിനോ ഒന്നും അത് ഒരിക്കലും ഉപകാരപ്രദമാവുന്നില്ല എന്നതുമാതിരി ഭാഗവതമായാലും ഭാഗവത മഹാപുരാണമായാലും ദേവി ഭാഗവതമായാലും അത് ആ കഥ കേട്ടു എന്നുള്ളത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ അതുകൊണ്ട് നമുക്ക് മറ്റുള്ള പ്രയോജനങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ കഥ പല സ്ഥലത്തും പ്രധാനമായിട്ട് എടുക്കേണ്ടത് ആ കഥകളെ പറയുന്നത് എന്തിനാണ് എന്നുള്ള അതിൻ്റെ പിന്നിലുള്ള സാരങ്ങളെ, തത്വങ്ങളെയാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്ന് പറയാണ്. എന്തായാലും ഇന്ന സമയം കഴിഞ്ഞിരിക്കെ കൊണ്ട് ബാക്കി